സ്വലാത്ത് അതല്ലെങ്കിൽ മാസാന്ത നടക്കുന്ന സദസ്സിൻ്റെ ഒരു വാർഷിക വേളയിലാണ്. അൽഹംദുലില്ലാഹ് നല്ല മഴ ഉള്ള ഒരു സാഹചര്യമായിട്ടും ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു നേരത്തെ നാം പറഞ്ഞതുപോലെ ഇതിവിടെ സ്ഥാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇതിൽ പങ്കെടുത്ത് പലരും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിട പറഞ്ഞു പോയവരുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ചെമ്പുരങ്ങാട് ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കുമുള്ള ഹദറത്തിലേക്ക് നമ്മൾ ഈ ഒത്തുകൂടുകയും ഇവിടെ ചൊല്ലുന്നത് പാരായണം ചെയ്യുന്നതിൻ്റെയൊക്കെ സവാബിന് പ്രത്യേകിച്ച് നൽകുന്ന ദാനധർമ്മങ്ങളുടെ സവാബിനൊക്കെ അല്ലാഹു നൽകി അവർക്ക് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന സൽപ്രവർത്തനമായി ഈ ഒത്തുകൂടലിനെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതയും ചെറിയ രൂപത്തിൽ ആശംസയിലെ സ്വലാത്തിൻ്റെ മഹത്വമൊക്കെ മാസും അതുപോലെ ഉസ്താദൊക്കെ ഞങ്ങളെ സൂചിപ്പിച്ചു. അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ പരലോകത്തേക്കൊരു എത്തിനോട്ടം ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ദിക്ർ ഹൽക്കയുടെ മജ്‌ലിസിലേക്ക് സദസ്സിലേക്ക് പ്രവേശിക്കാം. നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ സഞ്ചാര പദങ്ങളിൽ നിന്ന് നാലാമത്തെ ഘട്ടത്തിലാണ് ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി. അവിടുന്ന് ആലമുൽ അസ്ലാബ് ഉപ്പയുടെ ഉദരത്തിൽ, പിന്നെ ആലമുൽ അർഹാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, മൂന്നാമത്തെ സ്റ്റേജും കഴിഞ്ഞ് നാലാമത്തെ ഘട്ടത്തിലാണ് ആലമുൽ അർള് അതല്ലെങ്കിൽ ആലമുൽ ദുനിയ. നാം ഇന്ന് ഈ സമ്മേളിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിന്റെ സഞ്ചാരപഥത്തിലെ നാലാമത്തെ അവസ്ഥ. ശേഷം ആലമുൽ ബർസഖ് ഉണ്ട്. അതും കഴിഞ്ഞാൽ ആലമുൽ മഹ്ശറുണ്ട്. ആ പരലോകത്തെ കുറിച്ചാണ് ചെറിയ രൂപത്തിലുള്ള നമ്മുടെ വിഷയം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ശേഷം ഒരു വരാനിരിക്കുന്ന അള്ളാഹുവിന്റെ കോടാനക്കോടി വരുന്ന സൃഷ്ടിജരാശങ്ങളെ ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെടുന്ന ഒരു ലോകമുണ്ട് നമുക്ക്. അതാണ് ആലമുൽ മഹ്ശർ, പരലോകമെന്ന് പറയുന്നത്. അതിനെ മറന്നുകൊണ്ട് വരാനിരിക്കുന്ന ജീവിതത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിയുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് കാണാം. സയകൂനു സമാനുൻ അലാ ഉമ്മത്തി, എന്റെ കാലശേഷം എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം കടന്നു വരും. എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിൽ, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടന്നു വരുന്നുണ്ട്. യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്, അവർ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ആരെ കൊന്നിട്ടാവട്ടെ ആരെ ചതിച്ചിട്ടാവട്ടെ ഏത് ഹറാമായ രൂപത്തിലൂടെയാവട്ടെ അവർ ഈ ദുനിയാവിൽ സമ്പത്തിന്റെ ആധിക്യത്തിന് വേണ്ടി, സമ്പത്തിന്റെ വർധനവിന് വേണ്ടി അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും വരാനിരിക്കുന്ന പടച്ചവന്റെ പരലോകത്ത് ഓരോ നിമിഷങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന വിചാരണയെ വയൻസൗനൽ ഹിസാബ, വരാനിരിക്കുന്ന ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന പരലോകത്തുള്ള വിചാരണയെ മറക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്റെ കാലശേഷം കടന്നു വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ നോക്കണം, ലോട്ടറി എടുക്കാത്ത അതല്ലെങ്കിൽ ലോൺ എടുക്കാത്ത ആളുകൾ വളരെ വിരളമാണ്. ഉത്തരവാദിത്തപ്പെട്ട പള്ളിയുടെ അതല്ലെങ്കിൽ മദ്രസയുടെ ഒക്കെ സ്ഥാപനത്തിന്റെ അതിന്റെ ദീനിന്റെ കാര്യങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും എത്ര ഉപദേശിച്ചാലും പറഞ്ഞു കൊടുത്താലും അതിൽ നിന്നൊരു മാറ്റം വരാതെ അത്രയും പൊസിഷനിലിരിക്കുന്ന ആളുകൾ പോലും ലോട്ടറി ആരും കാണാതെ അതല്ലെങ്കിൽ ആര് കണ്ടാലും അതൊരു കുറവില്ലാതെ ഉപയോഗപ്പെടുത്തുന്ന മുസ്ലിം നാമധാരികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി പറയുന്നു, യുഹിബ്ബൂനൽ മാൽ വയൻസൗനൽ ഹിസാബ്, എന്റെ കാലശേഷം എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം കടന്നു വരുന്നു. അവർ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നതാ, വരാനിരിക്കുന്ന പരലോകത്തെ മറക്കുന്നവരാണ്. വിചാരണ അവരുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയില്ലാതെ കഴിഞ്ഞുകൂടുമെന്ന് പറയുമ്പോ മഹദിയായ ബീവി ആയിഷ
റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങയുടെ ജീവിതത്തിൽ പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുമ്പോ അങ്ങയുടെ പ്രാർത്ഥനയിൽ ഏത് സമയത്തും ഉൾപ്പെടുത്തുന്ന ഒരു ദുആ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പൊരുളൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അതിന്റെ പ്രത്യേകതയും അതിന്റെ അർത്ഥവ്യാപ്തി ഒന്ന് വിശദീകരിച്ചു തരുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുമ്പോ ആയിഷ ബീവിയോട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, ആയിഷ, ഞാൻ എന്റെ ജീവിതത്തിൽ പടച്ചവന്റെ സമക്ഷത്തിലേക്ക് റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ജീവിതത്തിലെ പരലോകത്തെ ഈ ദുനിയാവിലെ സർവ്വ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ ഏത് പ്രാർത്ഥനയാണ് ആയിഷ നിന്റെ ആ ശ്രദ്ധയിൽ പതിച്ചിട്ടുള്ളത്? നിന്റെ മനോമകരത്തെ പിടിച്ചു കുലുക്കിയ ദുആ ഏതാണെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയുടെ ദുആയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതും എന്നെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളതും ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറാ. ഈ ദുആഇന്റെ ഉരുളെന്ന് പറഞ്ഞു തരണമെന്ന് മുന്നേ നബിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി ചോദിക്കുമ്പോ മദീനയുടെ മണവാളം എന്ന റിസാലത്തിന്റെ മുൻ ചെമ്പകപ്പൂ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അതരങ്ങളിൽ നിന്ന് ആയിഷ ബീവിയോട് ഒഴിയുകയാ, ആയിഷ, നാളെ പടച്ചവന്റെ പരലോകത്ത് പരമോന്നതമായ പരമാധികാരത്തിന് മുമ്പിൽ പരിശുദ്ധവും പാപികളും പുണ്യം ചെയ്തവരും പരിഭ്രമിച്ചു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് ആയിഷ ജീവിതത്തിലെ ഓരോ സമയങ്ങളെ കുറിച്ച്, വാക്കുകളെ, ചിന്തകളെ, പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ പ്രായപൂർത്തിയായത് മുതൽ മരണം വരെയുള്ള സകലമായ കാര്യങ്ങളെ കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഒരു വിഭാഗം ആളുകൾ നല്ലതുപോലെ കർക്കശമായ, കണിശമായ, സൂക്ഷ്മമായ പരിശോധനക്ക് വിധേയമാക്കാതെ ഒരു വിഭാഗം ആളുകളെ പടച്ചറബ് നാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവരാണ് ഹിസാബൻ യസീറയുടെ അഖിലുകാർ. ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ആയിഷ നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി, എളുപ്പമുള്ള വിചാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഈ അർത്ഥം വരുന്ന അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറാ എന്ന് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നതെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നായികക്ക് 40 വട്ടം ദുനിയാവിന്റെ സകലമായ നൂറുകണക്കിന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ ചോദിച്ചിട്ടുണ്ടോ ഒരു സമയത്തെങ്കിലും നാളെ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ, ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോ പടച്ചവനെ, നിന്റെ സ്വർഗീയ ലോകത്ത് സജ്ജനങ്ങളായ, സൽവൃത്തരായ, സ്വാലിഹികളായ, സൽകർമ്മികളായ ആളുകൾക്ക് ആ സജ്ജീകരിച്ചിട്ടുള്ള സ്വർഗത്തിലൊന്ന് കടത്താൻ റബ്ബേ, പരലോകത്തൊന്ന് രക്ഷപ്പെടാൻ തൗഫീഖ് തരണമല്ലാഹ് എന്ന് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? വീട് പണിയുടെ, സമ്പത്തിന്റെ, മക്കളുടെ പഠനത്തിന്റെ, വിവാഹത്തിന്റെ, കച്ചവടത്തിന്റെ വിഷയത്തില് അതുപോലെയുള്ള ആയിരക്കണക്കിന് നൂറുകണക്കിന് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കുമ്പോ, ദുആ ചെയ്യുമ്പോ ഒരു സമയമെങ്കിലും ആ പരലോകത്ത് വരാനിരിക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് റബ്ബിനോട് ചോദ്യം റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ മനസ്സ് കാണിക്കണേ. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പരലോകത്തെ കുറിച്ച്, വരാനിരിക്കുന്ന മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് എല്ലാ നിലയിലും വിശദീകരിച്ചു തന്ന പഠിച്ചിട്ടുള്ള മുത്തുനബി പറയുകയാണ്, സ്വഹാബാ ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ.
ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, റബ്ബിന്റെ അടുക്കലുള്ള ചോദ്യങ്ങളെ കുറിച്ച് എല്ലാ നിലയിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് മാലാഖ പോലെ കടന്നു വന്ന് വിശദീകരിച്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പകർന്നു കൊടുത്ത അറിവനുസരിച്ച് മുത്തുനബി പറയുന്നു, സ്വഹാബ, ഞാൻ അറിയുന്ന ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച്, നാളെ റബ്ബിന്റെ കോടതിയിലുള്ള വിചാരണയെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് എന്നെ പോലെ നിങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ ലളഹിതും ഖലീലാ വലബകൈതും കസീറാ. ജീവിതത്തിലെ കളിതമാശകളിൽ ഏർപ്പെടാതെ, ജീവിതത്തിലെ രസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുനിന്നുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതി ഓർത്തുകൊണ്ട് വലബകൈതും കസീറാ, ഒഴുകി കൊഴിക്കുന്ന ചാലിട്ടൊടുക്കുന്ന രൂപത്തിൽ കണ്ണീരൊലിച്ചുകൊണ്ട് നിങ്ങൾ ഏത് സമയത്തും ആ പരലോകത്തെ കുറിച്ച്, വിചാരണയെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുമായിരുന്നുവെന്ന് ലോകത്തിന്റെ നായകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നക്ഷത്രതുല്യരായ സ്വഹാബത്തിനോട് പറയുമ്പോ, മരണപ്പെട്ട വേളയിലും അല്ലെങ്കിൽ മരണ വീടുകളിൽ പോലും നമ്മൾ ഖബറിനെ കുറിച്ച്, മരണത്തെ കുറിച്ചല്ലല്ലോ നമ്മുടെ ജീവിതത്തിലെ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ കളിതമാശയിൽ ഏർപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ കാലശേഷം ഒരു പരലോകത്തെ മറക്കുന്ന ഒരു വിഭാഗം വരും, മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്തൊരു വിഭാഗം വരും, ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിചാരണയെ, ഖബറിനെ, മരണത്തെ, പരലോകത്തെ കുറിച്ചൊക്കെ മറന്നു പോകുന്ന ഒരു സാഹചര്യം എന്റെ സമുദായത്തിൽ വരുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയേ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് അങ്ങ് കടന്നു വരുമ്പോ ഫഹൽ തദ്കുറൂന ഇലാ അഗ്നികും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിക്കുന്ന ചോദ്യമാണ്, നാളെ പടച്ചവന്റെ പരലോകത്ത് നബിയെ അങ്ങ് കടന്നു വരുമ്പോ അങ്ങ് അങ്ങയുടെ ഭാര്യമാരെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, അങ്ങയുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ആലോചിക്കുകയില്ല നബിയേ? ഒരു ചോദ്യം, നാളെ പരലോകത്തേക്ക് വരുമ്പോ അങ്ങ് ഭാര്യമാരെ കുറിച്ച് ഓർക്കുകയില്ല യാ റസൂലല്ലാഹ്? നമ്മളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മരക്ക ഇന്ന് വരായിട്ട് നമ്മളെ ഭാര്യമാരോ പരലോകത്തിൽ ഉണ്ടാവും ആകെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ മരിച്ചങ്ങൾ കെട്ടുമോ എന്നുള്ളത്. അത് 100 വട്ടം ഉറപ്പുള്ള കാര്യമാണ്. എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് ഒരു രസം കിട്ടാൻ ചോദിക്കുകയാണ്. 40 കയ്യോളം എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴയ ഫാദർമാരെത്തുന്നൊക്കെ, ഖബറിന്റെ മേലുള്ള നനവ് പോണീന്റെ മുമ്പ് നിങ്ങൾ ഒരിക്കലും ഒരു വേറെ പെണ്ണിനെ അന്വേഷിക്കരുത്. ആങ്ങളുടെ ആണെങ്കിൽ എന്നും ഖബറിന്റെ മേലെ വെള്ളം ഒഴിക്കാതെ ഈ പെണ്ണ് ഏൽപ്പിച്ചു ചെയ്തിട്ടുണ്ട്. മരിച്ചു പോണവർക്കാണ് പോയാൽ പറയുന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക് ഇടങ്ങാറാക്കാണ്. അപ്പൊ ആയാതി കുരുട്ടുബുദ്ധിയൊക്കെ ചെയ്യും. ഇവിടെ കുറെ ആളുകളുള്ളതുകൊണ്ട് ഭൂരിപക്ഷം ഒലിക്കാണ്. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. പരലോകത്തെ കുറിച്ച് ഈ ഒരു ചോദ്യം ആയിഷാ ബീവി ചോദിക്കുമ്പോ ഇതേപോലൊരു ചോദ്യം ഖബറിന്റെ അല്ലെങ്കിൽ പരലോകത്തെ കുറിച്ച് ആയിഷാ ബീവി ചോദിച്ചുവെങ്കിൽ മുത്തുനബിയുടെ പുന്നാരമോള് ഫാത്തിമ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ, ആദ്യ രാത്രിയിൽ ഹബീബായ നബി തങ്ങളുടെ പൊന്നുമോള് അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലിയാർ തങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അലിയാർ തങ്ങളുടെ ജീവിതത്തിൽ ഖബറിനെ കുറിച്ച്, അതല്ലെങ്കിൽ വിവാഹത്തിന്റെ ആദ്യ രാത്രി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മൈലാഞ്ചിട്ട് ആഴ്ചകളോളം നിസ്കാരം ഖളാആക്കി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പുതുമണവാട്ടിയായി ഒരുങ്ങിയെടുക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി ചോദിക്കുന്നത് ചോദ്യമേതാണ്. മുത്തുനബിയുടെ മരുമകനാകുന്ന അലിയാർ തങ്ങൾ വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ ഫാത്തിമ ബീവിയുടെ സവിധത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഫാത്തിമ ബീവി വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് ബീവി ഫാത്തിമയോട് റളിയല്ലാഹു അൻഹയോട് അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്, വല്ലദീ അബ്കാകിയ ഫാത്തിമ,
എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹതിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് കൊടുക്കുന്ന മറുപടി, അലിയെ ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അസുലഭ നിമിഷമാണ്. ഈ ഇരുട്ടുള്ള മുറിയിൽ എനിക്ക് കൂട്ടിനായി അലിയെ താങ്കളുണ്ടല്ലോ. പക്ഷേ ആരുമില്ലാത്ത ഇരുട്ടിന്റെ ഇരുളറയാകുന്ന ഖബറിന്റെ ഉള്ളറയുണ്ടല്ലോ. വഅൻത ഫരീദൻ വഹീദൻ ഫിൽ മഖാബീരി സാബിയാ. ആരുമില്ലാത്ത ഖബറിന്റെ ഇരുട്ടറയിൽ, ആ ഏകാന്തതയുടെ തടവറയില് അലിയെ എനിക്ക് കൂട്ടിനാരാണ്? ഒന്ന് ഓർത്തുപോയി അലിയെ. അതാണ് കരയാനുള്ള കാരണമെന്ന് പറയുമ്പോ ആ ഖബറിന്റെ ഉള്ളറയിൽ എനിക്ക് കൂട്ടാളിയായി ആരാണുണ്ടാവുക എന്ന് ജീവിതത്തിലെ ഏറ്റവും നല്ല അസുലഭ നിമിഷത്തിൽ ഏറ്റവും നല്ല ആനന്ദിക്കേണ്ട സുന്ദരമായ ഈ വിവാഹത്തിന്റെ ആദ്രയാത്രിയിൽ ഫാത്തിമ ബീവി ചോദിക്കുമ്പോ അത്ഭുതത്തോടെ നെട്ടിയടിച്ചുകൊണ്ട് അലിയാരുതങ്ങൾ ഏറ്റവും നല്ല വിവാഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പറക്കാത്ത ദിവസമാകുന്ന ആദ്യരാത്രിയിൽ ഫാത്തിമ ബീവി ഈ ഒരു രംഗമെന്ന് ചോദിക്കുമ്പോ താഴത്തെ ഹാളിൽ ഇരിക്കാൻ സ്ഥലമല്ലെങ്കിലേ സഹോദരിമാർക്ക് മുകളിൽ സൗകര്യം ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. താഴത്തെ ഹാളിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ മുകളിൽ സൗകര്യം ഉണ്ട്. ഫാത്തിമ ബീവി ഈ ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ അലിയാര് തങ്ങൾ അത്ഭുതത്തോടെ അവർക്ക് അന്നത്തെ രാത്രി സംഗമിക്കാന്, സല്ലപിക്കാന്, സന്തോഷിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ വിരിപ്പങ്ങ് ഉപേക്ഷിക്കുകയാണ്. രണ്ടുപേരും അവർക്കുള്ള തയ്യാർ ചെയ്യപ്പെട്ട ആ വിരിപ്പിനങ്ങ് ഉപേക്ഷിച്ചുകൊണ്ട് നിശയുടെ നിശബ്ദതയിൽ രാക്കിളികൾ രാപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ എല്ലാവരും സുഖനിദ്രയിലേക്ക് ആണ്ടുപോകുമ്പോ ഈ രണ്ടുപേരും അതാ എണീറ്റ് നിൽക്കുകയാണ്. വിവാഹത്തിന്റെ സുദിനത്തിൽ നമസ്കാരത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് വിവാഹത്തിന്റെ ആഘോഷ ദിവസങ്ങള്, വിവാഹത്തിന്റെ ആഘോഷങ്ങൾ ആഭാസങ്ങളാക്കി മാറ്റുന്ന നൂറ്റാണ്ടുകളില് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ ഫാത്തിമ ബീവിയുടെ ചരിത്രം ശ്രദ്ധിക്കണേ. രണ്ടുപേരും ഏകനായ കാരുണ്യവാനായ പടച്ചറബിന്റെ സമക്ഷത്തിലേക്ക് വിവാദത്തിനായി മുഴുകിക്കൊണ്ടാണ് വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ ആനന്ദം കൊള്ളുന്നത്, സന്തോഷിക്കുന്നതെങ്കിൽ ഇതുപോലൊരു ചോദ്യം ഖബറിനെ കുറിച്ച് ഫാത്തിമ ബീവി ജീവിതത്തിലെ ഏറ്റവും നല്ല ടേണിംഗ് പോയിന്റ് ചോദിക്കുമ്പോ വിവാഹം കഴിഞ്ഞിട്ടുള്ളതിന്റെ ദാമ്പത്യ ജീവിതത്തിൽ മുത്തുനബിയോട് മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫഹൽ തദ്കുറൂന ഇലാ അഹ്ലികും യൗമൽ ഖിയാമ. അങ്ങയുടെ ഭാര്യമാരെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച് ഓർക്കുകയില്ല നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ ഇമ്മാ ഫീ സലാസതി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. മൂന്ന് സന്ദർഭങ്ങളിൽ, മൂന്ന് സമയങ്ങളിൽ, മൂന്ന് ഘട്ടങ്ങളിൽ, മൂന്ന് അവസ്ഥകളിൽ ആയിഷ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കുകയില്ല ആയിഷ. നാളെ പടച്ചവന്റെ പരലോകത്ത് തുണയായി കടന്നു വരുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരലോകത്തുള്ള പ്രയാസങ്ങളും അതിന്റെ ഭീകരതയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഫാത്തിമ ബീവിയെ ആയിഷ ബീവിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പരലോകത്തേക്ക് ഓരോ മനുഷ്യനും കടന്നു ചെല്ലുന്നത് എങ്ങനെയാണെന്നറിയില്ലേ? അല്ലാഹുവിന്റെ പരലോകത്തുള്ള അവസ്ഥ മക്കള് മാതാപിതാക്കളെ കാണുമ്പോ ഓടി മറയുകയാണ്. ഓരോരുത്തരും അവനവന്റെ കാര്യത്തിൽ വ്യാകുലപ്പെട്ടുകൊണ്ടല്ല കടന്നു വരുന്നത്. യൗമയദൂ ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ. ഓരോ മനുഷ്യരും നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് അവനവന്റെ കാര്യത്തിൽ സങ്കടപ്പെട്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് വിലപിച്ചുകൊണ്ട് സങ്കടത്തോടെ നിരാശയോടെ കടന്നു വരുമ്പോ ആ പരലോകത്തേക്ക് ഒരേ ഒരാള് മാത്രമാണ്. യൗമയദൂ ഖൈറ ഖൽഖിൽ അംബിയാ
ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. അവനവന്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് എന്റെ സമുദായം എവിടെയാ, എന്റെ സമുദായം എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ഉൾക്കൊള്ളുന്ന, ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ കാര്യത്തില് വ്യാകുലപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന മുത്തുനബി പറയുന്നു, ആയിഷ, ആ പരലോകത്ത് 3 സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുകയില്ല. ആയിഷ ബീവി പ്രയാസത്തോടെ, നൊമ്പരത്തോടെ, വേദനയോടെ കാതോർത്ത് നിൽക്കുമ്പോ മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നു, ഒന്നാമത്തെ സാഹചര്യം ഇന്തൽ മീസാൻ, നന്മ തിന്മകൾ തുലാസിൽ ഏത് ഭാഗമായാണ്, നന്മയുടെ ഭാഗമാണോ ഭാരം നിൽക്കുന്നത്, അതല്ല തിന്മയുടെ ഭാഗമാണോ ഭാരം നിൽക്കുന്നത് എന്ന് അറിയുന്നത് വരെ ഒരാളും ആയിഷ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയില്ല, ചെലുത്തുകയില്ല എന്ന് ആയിഷ ബീവിയോട് ഒന്നാമതായി മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പരലോകത്ത് രക്ഷയായി ശഫാഅത്തായി എന്ന് നമ്മൾ ആദ്യ ഹദീസിൽ തന്നെ ചൊല്ലി നമ്മൾ ബൈത്ത് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ضايا സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطحي والحبيب العربي. ആ ഹബീബായ നബി തങ്ങൾ പരലോകത്തുള്ള പ്രയാസത്തെ, ഭീകരതയെ മനസ്സിലാക്കാൻ മഹദിയായ ആയിഷ ബീവിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഹദീസ്. ഒന്നാമത്തെ സമയം വഇൻദൽ മീസാൻ, നമ്മുടെ നന്മകൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങളും തുലനം ചെയ്യുമ്പോൾ ആ സമയത്ത് ഒരാളും ആയിഷ മറ്റൊരാളെ കുറിച്ച് ഓർക്കുകയില്ല, ചിന്തിക്കുകയില്ല. ആ പരലോകത്ത് വരുന്ന സമയത്തിൽ മീസാനെന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ നന്മയുടെ ഭാഗം വാരി നിൽക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുള്ള ഒന്നാമത്തെ കുറെ കാര്യങ്ങളിൽ ചുരുക്കി പറയുന്നു. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വല്ലാത്ത പവറുള്ളതാണ്. മീസാൻ എന്ന തുലാസിൽ കൂടുതൽ ഭാരം നിൽക്കുമെന്നാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മഹല്ലടിസ്ഥാനത്തിലുള്ള ദിക്ർ ഉണ്ടാകും, ഇല്ലേ? ഇവിടല്ലേ? അത് ഫർള് ഐനാണ്, ഫർള് കിഫല്ല. കാരണം എന്താ, ജുമാ നിസ്കരിച്ചതുപോലെ തന്നെയാണ് അതിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കുക. അല്ല എങ്കിൽ നമ്മളെ വാപ്പ മക്കളോ എല്ലാവർക്കും ഉള്ളത് ഈ സംഭവം എന്ന് പറഞ്ഞത് എല്ലാവരും വീട്ടിലും വരും. നിങ്ങൾ അതിന് ലൊക്കേഷൻ ഇട്ട് കൊടുക്കൊന്നും വേണ്ട. അസറായിന് ഈ എണീറ്റ് പോണ പെരയ്ക്ക് അല്ലെങ്കിൽ ഓന്റെ വീട്ടിൽ അസറായിന് വഴി അറിയില്ല എന്നുള്ളൊരു ചിന്തയാണ് ഓരോരുത്തർ എണീറ്റ് പോകുമ്പോൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റൂട്ട് മാപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പോണോലെ നോക്കിയിട്ട് ആൾക്കാരിങ്ങനെ ചിന്തിക്കുമ്പോ എണീറ്റ് പോകുന്ന ആളുകൾ നോക്കേണ്ടതുണ്ട്. നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിലെ ഉസ്താദ് എന്നുള്ള നിലയ്ക്ക് അയാൾ എന്തായിരിക്കും ചെല്ലുമ്പോ, ഈ ചങ്ങായി ഇപ്പോ അവരാതിനിരിക്കാതെ പള്ളിയിലൊന്നും ഇരിക്കണം, നാട്ടിക്കും പോകണം, ഈ ചിന്തക്കാരുണ്ടാകും. ഒരു പൊരുത്തല്ലാതെ തൃപ്തിയില്ലാതെ ചൊല്ലാന് എന്തിനാണ്? എല്ലാവർക്കും വേണ്ടി മഹല്ലടിസ്ഥാനത്തിലാകുമ്പോ മഹല്ല് നിവാസികൾ നിർബന്ധമായിട്ട് പങ്കെടുക്കുക. എണീറ്റ് പോകരുത്. എണീറ്റ് പോകണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒന്ന് കണ്ടു വെക്കുക. ഇവിടെ പോലെ അറിയില്ല, ഞങ്ങളെ നാട്ടിലും പോലെ 450 ആളുണ്ടെങ്കിൽ 449 ആവൂല. അഥവാ എണീറ്റാല് ഉസ്താദ് മുക്കരിക്കൾ കൈമാറിയിട്ട് മുപ്പര് പുറത്തു കൂടി വരും. അങ്ങനെ ഒരു കാര്യമാണ്. ചില പള്ളികളിലൊക്കെ പറഞ്ഞിട്ടും തീരായിട്ട് പിന്നെ ഒരു ഇതുമില്ല. അൽഹംദുലില്ലാ, അള്ളാഹു ഇവിടുത്തെ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഈ ദീനി ചെയ്യുന്നു വല്ലാത്ത സന്തോഷം കേട്ടപ്പോ. അധിക സ്ഥലങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ നിന്ന് മാറി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഏറ്റവും കൂടുതൽ ഭാരം നിൽക്കും മീസാൻ എന്ന തുലാസിൽ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചരിത്രം തന്നെയുണ്ട്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുകയും അവസാനം ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കാൻ കാത്തു നിൽക്കുമ്പോ അള്ളാഹു പറയുന്നു, ഒരു അമല് കൂടി നോക്കാനുണ്ട്, ലാ തഅജിലു, അദ്ദേഹത്തെ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകല്, ഒരു സാവധാനം തരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മീസാൻ എന്ന തുലാസിൽ വെക്കുമ്പോ അതിലൂടെ അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു രംഗം അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം,
പടച്ചവന്റെ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം നിൽക്കുന്ന ഒരു ചെറിയ വാക്യമുണ്ട്, നമ്മളൊക്കെ ചൊല്ലുന്നതാണ് ദർസുള്ള പള്ളിയിലെ കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ. രണ്ട് വാക്യങ്ങൾ നാവ് കൊണ്ട് മൊഴിയാൻ ഒരു പ്രയാസവുമില്ല, എന്നാലോ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്യമാണ് മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം നിൽക്കുന്നതുമാണ്, നല്ല കനമുള്ള ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് എപ്പോഴാ ചൊല്ലുക വെച്ചാൽ എല്ലാവരും പറയും മഗ്‌രിബൊക്കെ. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പവിത്രമായ ദിക്റാണ്. ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും നല്ലത് മൂന്നാമത്തത് മാ മിൻ ശൈഇൻ അഫ്ളല ഫീ മീസാനിൽ അബ്ദിൽ മുഅ്മിനി യൗമൽ ഖിയാമ. നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരു അടിമയുടെ ഏറ്റവും നല്ല അമല് വേറൊന്നുമില്ല മിൻ ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവത്തേക്കാൾ. അതിന് ഞാൻ ഔട്ടാണ് ഇല്ല മലക്ക. നമ്മൾ നല്ല സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു ഇതേ ഭംഗിയില്ല അത്യാവശ്യം എന്നതിനേക്കാൾ അങ്ങനെയാണല്ലേ നമ്മൾ ദ്വാരിക്കേണ്ടത്. പടച്ചോനെ നല്ല സൗന്ദര്യവും നല്ല ഭംഗിയൊക്കെ തന്നു, ഈ ശരീരം നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നന്നാക്കണം. ഞാൻ ഭംഗിയുണ്ട് പറഞ്ഞപ്പോ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക നമ്മളോടൊരു വെറുപ്പ് അതിനകത്ത് ഉണ്ടാവുന്നുള്ളത് അല്ലെ, അങ്ങനെ ഉണ്ടാവും. ഞാൻ എന്റെ കാര്യം അവന്റെ കാര്യം അവരാർക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് അൽഹംദുലില്ലാ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ജീവിതത്തിലും ഒക്കെ. ഒന്നാമത്തെ മീസാൻ എന്ന തുലാസിൽ ഈ കാര്യങ്ങളൊക്കെ, ഒന്ന് സൽ സ്വഭാവം, രണ്ട് ഈ പറയപ്പെട്ട തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, മൂന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ കൂടുതൽ ഭാരം നിൽക്കല്ലേ, ഒരു സ്പീഡിൽ ചൊല്ലി തീർക്കുക. നമ്മളൊക്കെ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ 70,000 ചൊല്ലി തീർത്തിട്ടുണ്ടാവും ഇല്ലേ? 6ാം ക്ലാസ്സിനും 5ാം ക്ലാസ്സിനൊക്കെ 70,000 ദിക്ർ ചൊല്ലിയാ പിന്നെ നരകത്ത് കിടക്കൂല, പിന്നെ എല്ലാ കൂത്താട്ടും പറ്റും എന്നുള്ളത് അതോ ഉസ്താദ് ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ 70,000 ആദ്യം തകർക്കുക. അങ്ങനെ ചൊല്ലി തീർത്ത ആളുകൾ ഉണ്ടാവും. അതിൽ ചൊല്ലി തീർക്കാൻ വേണ്ടി നമ്മൾ റമദാനിൽ മത്സരിച്ച് ഖുർആൻ ഖത്തം തീർക്കുന്നത് പോലെ ആവരുത്. അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് നോക്കണം. ആ ഗൈന് പുള്ളിയുള്ളത് ഐനായി പോയാൽ അർത്ഥം മാറിയും. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കറകളെ നീ കഴുകി കളയാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു, വായിച്ചു കളയാൻ വേണ്ടി ചോദിക്കുമ്പോ അത് ആ ഗൈനുള്ളത് പോയാൽ ഐനായി പോയാൽ എന്താ സംഭവിക്കുക? ഇനിയിപ്പോ റമദാനാണ് 3-4 മാസത്തിനുള്ളിൽ വരാനുള്ളത്. കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു ഘട്ടത്തില് നോമ്പൊക്കെ തുറന്ന് നന്നായിട്ട് അടിച്ചു കയറ്റി പിന്നെ നമുക്ക് ചൊല്ലുമ്പോ ഐനൊന്നും ചിലപ്പോ വന്നോളന്നില്ല, അതിനുള്ള തോക്കത്തൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നോമ്പൊറ്റ് ക്ഷീണിച്ചതല്ല, പിന്നെ നോമ്പ് തുറന്ന് ക്ഷീണിച്ച ആളുകളേക്കും. ആ ഘട്ടത്തില് ഈ ഗൈനുള്ളത് പുള്ളി ഐനായി പോയാൽ എന്റെ മുഖത്തിന് ഈ ചളിമാരി തേക്കണേ, അള്ളാഹ് റബ്ബിനോട് ദ്വാരക്കണേ, അഊദു ബില്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഷയത്തിൽ രണ്ടാമത്തെ കാര്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാത്ത രണ്ടാമത്തെ സമയം വഇൻദൽ കിതാബ്, മറ്റൊരു സ്ഥലത്ത് കാണാം ജീവിതത്തിൽ അവന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തി വെച്ച ഏടുകൾ അവനക്ക് സമ്മാനിക്കുമ്പോ, നന്മതിന്മകൾ എഴുതി വെക്കപ്പെട്ട ഏതാ നന്മതിന്മ എഴുതുന്ന മലക്കാളെ പേര് പറഞ്ഞോളി. 10 മലക്കാളെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ 10 ക്രിക്കറ്റ് കളിക്കാരെ പറിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. 10 മലക്കാളെ പേരും അവരുടെ ഡ്യൂട്ടിയും കൃത്യമായിട്ട് അറിയണം. നമ്മൾ 14 എത്ര ആളെ ഫുട്ബോൾ ഉണ്ടാവും? 11 ആള് അല്ലെ? ഈ 11 ആള് ഏതൊക്കെ സ്ഥാനത്താണ് കൈകാര്യം ചെയ്യാന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. പരമാവധി ഇന്നാണ് സെന്റർ ഫോർവേഡ് ആണ്, മറ്റും ബാക്കാണ്, മറ്റും ഗോളിയാണെന്ന് പറഞ്ഞിട്ട് എണ്ണി പറയാതെ ടീം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കാൻ. അത് ഏത് വല്യപ്പാരും അങ്ങനെയാണ്. 10 മലക്കാളെ പേര് വല്യപ്പാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അറിയാം അസ്രായിലിനെ മാത്രമാണ്. അത് ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് പോണോണ്ടാണ്. ജിബിരിയിൽ തീരെ വരാത്തോണ്ട് ചിലപ്പോ അതും വന്ന് പരിചയമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകേൾവിണ്ടാവും. ബാക്കിയോട് പറയാൻ പറഞ്ഞാല് പേരക്കുട്ടികളെ പേര് പറയണ മാറിയേക്കാണ്. നാസർ, സുബൈദ, കുഞ്ഞോന് എന്നൊക്കെ പറയും. പിന്നെ
എന്നതുപോലെ ഒരു ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ പരലോകത്ത് നമ്മുടെ കരങ്ങളിലേക്ക് നൽകപ്പെടുന്ന ഏടിന്റെ ഉള്ളറയിൽ രേഖപ്പെടുത്തി വെക്കുന്ന നിഴല് പോലെ നമ്മുടെ കൂടെ നടക്കുന്ന പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന മാലാഖമാര് രേഖപ്പെടുത്തി വെച്ച ആ കിതാബുണ്ടല്ലോ, അത് നമ്മുടെ കരങ്ങളിലേക്ക് നൽകപ്പെടുന്ന പരലോകത്ത് ആയിഷ ആ സമയത്ത് ഇഖ്റാ കിതാബക യാ അബ്ദി അലാ മഗ്ലി ഫൻദുർ ഇലൈഹി തറാ ഹൽ കാന മകാന. നന്മതിന്മകളെ എഴുതി വെക്കപ്പെട്ട കിതാബ് നാളെ പടച്ചവന്റെ പരലോകത്ത് അല്ലാഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ ഇഖ്റാ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നന്മതിന്മകൾ എഴുതി വെക്കപ്പെട്ട കിതാബ് നമ്മുടെ കരങ്ങളിലേക്ക് നൽകുമ്പോ അത് വലത് കൈയിലൂടെയാണോ അതല്ല ഇടത് കൈയിലൂടെ പുറം ഭാഗത്തിലൂടെയാണോ സ്വീകരിക്കുന്നത് എന്ന് അറിയുന്നത് വരെ ആയിഷ ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുകയില്ല. ആ മനുഷ്യൻ നന്മതിന്മ എഴുതി വെക്കപ്പെട്ട കിതാബ് വലത് കൈയിലൂടെ ഏതൊരുത്തനും സ്വീകരിക്കുന്നുവോ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. നന്മതിന്മകൾ എഴുതി വെക്കപ്പെട്ട കിതാബ് വലത് കൈയിലൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് അല്ലാഹു എളുപ്പമുള്ള വിചാരണ നൽകുന്നതാണ്. നേരെ മറിച്ച് ഇടത് കൈയിലൂടെ പുറം ഭാഗത്തിലൂടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ. ആ പരലോകത്ത് വെച്ചുകൊണ്ട് അവൻ നിലവിളിക്കുന്നതാണ്, അട്ടഹസിക്കുന്നതാണ്, ആർത്ത് കരയുന്നതാണ്. അവൻ ചെന്ന് കിടക്കുന്ന കിടപ്പറ ഏറ്റവും വലിയ മോശപ്പെട്ട നരകത്തിലാകും. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നാളെ എളുപ്പമുള്ള വിചാരണക്ക് അവസരം ലഭിക്കുന്ന വലത് കൈയിലൂടെ കിതാബ് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ സമയമേതെന്നറിയോ? മുത്തുനബി വിശദീകരിക്കുന്നു സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോ, കുറ്റിപ്പുറം പാലാണ് ഇപ്പൊ ഇവിടെ അടുത്തുള്ള പാലല്ലേ. സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോ, സിറാത്ത് പാലം നമ്മൾ ചെറുപ്പത്തിലെ കേട്ടുകേൾവിയുള്ള ഒരു വാക്യാണ്. അഹദ്ദു മിനസ് സൈഫി വഅദഖു മിനശ് ശഅരി വഅദ്ലമു മിനൽ ലൈലിൽ അസ്വദ്. മുടിയേക്കാൾ ഒരു മുടി എത്ര വീതി വലുപ്പമാണ് ഉണ്ടാവുക, അതിനേക്കാൾ നേർമയും, എന്നാൽ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഒരു കമ്പി ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ അല്ലെങ്കിൽ പലകമ നിറച്ച ആണി തറച്ചു എന്നിട്ട് അതിന്റെ മേലെ കൂടി നടക്കാൻ പറഞ്ഞാല്, സാഹസികം ചെയ്യാൻ പറഞ്ഞാല് നമുക്ക് ഒരു പേടി ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും ഷൂട്ടിട്ട് നടന്നോളാം, ചെരുപ്പിട്ട് നടന്നോളാം. എന്നാൽ ആ പരലോകത്ത് ഇതാ ജഹന്നം എന്ന നരകത്തിന്റെ മേലെ നാട്ടപ്പെട്ടിട്ടുള്ള അത്ഭുതകരമായ ആ പാലത്തിലൂടെ സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോ, മുടിയേക്കാൾ നേർമയുള്ളതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും കറുത്തിരുണ്ട് കൂരാകൂരിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ആ രാത്രിയേക്കാൾ ഇരുട്ടുള്ള ആ സമയത്ത് അതിലൂടെ വിട്ടുകിടക്കണമെന്ന് മുത്തുനബി പറയുമ്പോ, ആ സമയത്ത് ആയിഷ ഒരാളും അവനവന്റെ കാര്യത്തിലല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയില്ല എന്ന് ഈ പറഞ്ഞ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നാളെ സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോ എന്റെ സമുദായത്തിലുള്ള ഓരോരുത്തരെ ഞാൻ പിടിച്ചുകൊണ്ട് അല്ലാഹുമ്മ യാ റബ്ബി സല്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ പരലോകത്തെ പ്രയാസങ്ങളെ, അതിന്റെ ഭീകരത വിശദീകരിക്കാൻ വേണ്ടി ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്ത സാഹചര്യം, ആ പരലോകത്ത് സിറാത്ത് പാലത്തിന്റെ സവിധത്തില് പ്രകാശമായി കടന്നു വരാൻ മുത്തുനബി പറയുന്നുണ്ട്, അക്തിറു സ്വലാത്ത അലയ്യ, എന്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. മാസത്തിലെ പള്ളിയിൽ നടക്കുന്ന ഈ സദസ്സില് എത്ര ആളുകൾ ഉണ്ടാകും പങ്കെടുക്കുന്നവര്?
ഞാനിപ്പോ 8 മാസമായിട്ട് പള്ളിയില് എല്ലാ വെള്ളിയാഴ്ചയും സ്വലാത്താണ്. എന്നിട്ടും അവർക്ക് മതിയാവായിട്ട് ഞായറാഴ്ച, മാസത്തിലൊരു ഞായറാഴ്ച ദിക്റ് ഹൽക്കാണ്. അതിനും പോരാഞ്ഞിട്ട് പെണ്ണുങ്ങളെ നന്നാക്കാൻ വേണ്ടി എല്ലാ ചൊവ്വാഴ്ചയും ക്ലാസ്സും. ഇതിലൊക്കെ ആകെ പങ്കെടുക്കുക എത്ര ആൾക്കാരാണ്? 18, 19, 20. ഒരു തവണ മാത്രം 26 അന്ന് ഞാൻ പറയും ചെയ്തു, ഇന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, 4-5 ആള് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കണ ആളും നമ്മളെ ഏൽപ്പിക്കണ കമ്മിറ്റിത്തെ ഒരാളും ഉറപ്പിച്ച് പറയാലോ, സെക്രട്ടറി 8 മാസമൊക്കെ ഒറ്റ സ്വലാത്തിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടില്ല. മൂപ്പരോട് ഞാൻ നേരിട്ട് പറഞ്ഞതാണ്. പ്രസിഡന്റ് ആ കയ്യാൻ നേരത്ത് വരും, സ്വലാത്ത് എന്തെങ്കിലും കൊണ്ട് കടിച്ചു തിന്നോ എന്നുള്ള മാറി. അത് ഇങ്ങനത്തെ ആൾക്കാർ. എന്നിട്ട് പോലെ ജോലിക്ക് നിർത്തുമ്പോ പറയാം, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ സ്വലാത്ത് ഉണ്ട്, നിങ്ങൾ തന്നെ വരുന്ന മുക്രിനെ ഏൽപ്പിക്കാൻ പറ്റൂലേ, ശമ്പളം കുറക്കും. ഇങ്ങനെ കണിശമായിട്ട് ഏൽപ്പിക്കപ്പെട്ടോ കൂടെ അല്ലെങ്കിൽ ഏൽപ്പിച്ച ഇവിടെ ഇല്ല, സ്വലാത്തിന്റെ സദസ്സിലില്ല. അള്ളാന്റെ ഹബീബ് പറയുന്നു, എന്റെ പേരിൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹാ നൂറുൻ ഫിൽ ഖബർ വനൂറുൻ അലസ് സിറാത്ത് വനൂറുൻ ഫിൽ ജന്നാ. ആരുമില്ലാത്ത പരലോകത്ത് ഇരുട്ടാകുന്ന സിറാത്ത് പാലം വിട്ടുകിടക്കാൻ എന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് പ്രകാശത്തിന്റെ പരിവട്ടമായി ഒരു പൗർണമിയായി രക്ഷകനായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാർഷികത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചോറുണ്ടെന്ന് ചോറില്ല. ഞാൻ കരുതി നിങ്ങളെല്ലാവരും സ്വലാത്തിന്റെ മാത്രം കൊണ്ട് പങ്കെടുത്തതാണ്. അല്ല, അങ്ങനെ തന്നെ ആവട്ടെ, അതെന്നെ ഉദ്ദേശം ആവട്ടെ. നിങ്ങളെ മുദരിസിന്റെ സത്യവിന്റെ ഒന്നും മാറിയല്ല ഞാനിട്ടാ. നമുക്ക് മനസ്സൊക്കെ തോന്നിയത് ഇങ്ങനെ പറയും. ഇവിടെ അങ്ങനെ നല്ല പറഞ്ഞത്. കാരണം ഈ സ്വലാത്ത് ഞാൻ മനസ്സറിഞ്ഞ് ചൊല്ലുന്നത് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ടുള്ളത് അവിടുത്തെ പള്ളിയിലാണ്. അന്ന് ഇതിന് വല്ലാത്തൊരു ലബ്ധത്തുണ്ട്. കാരണം ഉസ്താമാരെ നോക്കി അസ്മാഉൽ ഹുസ്ന നേരെ ചൊല്ലി പോവുകയാണെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂട്ടി ചൊല്ലുന്ന ആ ഒരു അനുഭൂതി കിട്ടൂല. അത് ആലോചിച്ചൊക്കെ അറിയാം. നമ്മള് ലൈവൊക്കെ ഉണ്ടല്ലോ, ഞാനും ലൈവിന്റെ ആളാണ്, ഞാൻ കുറ്റം പറയുന്നതാണല്ലോ. ലൈവിലൊക്കെ ഇരുന്നിട്ട് 313 എന്താ പറയാ അസ്മാഉൽ ഹുസ്ന ഒന്നിച്ചിരുന്ന് ചെല്ലണു, ശ്വാസം കൂടാതെ പറഞ്ഞിട്ട് നമ്മളോട് പങ്കെടുക്കും. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു. ഇപ്പൊ കൂടെയുള്ളവരൊന്നും ചെല്ലിയിട്ടുണ്ടാവില്ല. ഓനെ അപ്പോഴും കമന്റില് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ലിസാത്ത സുഖല്ലേ, പാത്തുമ്മോ നമ്പറൊന്നും അയക്കുകൊണ്ട്. ഇതാണ് ലൈവത്തെ അവസ്ഥ. എന്നാലും എല്ലാവരും ലൈവിലുമാണ്. പക്ഷെ ഇത് ഈ രൂപത്തിലൊന്ന് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത കുളിർമുണ്ട്. അതൊരു ആനന്ദമാണ്. അത് അനുഭവിച്ചവരാണ് എന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് മാസത്തില് ഒരു സദസ്സായിട്ട് കിട്ടുമ്പോൾ നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ ഉണ്ടാവുള്ളൂ മരണപ്പെട്ടു പോകുമ്പോ വല്ലാത്ത ഒരു അനുഭൂതിയായി നമുക്ക് ആ സമയത്തും മഹാന്മാരാകുന്ന ബദരീങ്ങളുടെയും അള്ളാഹുവിന്റെ ഈ വിശുദ്ധ നാമത്തിന്റെ ഒക്കെ ഒരു കാവലും ആ ഒരു പ്രത്യേകതയും മരണപ്പെടുന്ന സമയത്ത് ലഭിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് യാ ലത്തീഫിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, അല്ല ഗൗരവങ്ങളും അതിന്റെ പ്രത്യേകതയും പറഞ്ഞു. ഈ ഭർത്താവിന്റെ സ്നേഹം കിട്ടായിട്ട് ഇടങ്ങേറായി കണ്ട് പ്രയാസപ്പെടുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും. ഇല്ല, അറ്റങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ദിക്റാണ് യാ വദൂദ്. ചില മരക്കൾക്ക് എത്ര അമ്മായിമാർക്ക് പാലുണ്ടാക്കി കൊടുത്താലും ചായ മധുരം ഏറിട്ട് കൊടുത്താലും അമ്മായിമ്മ ആ സർപ്പത്തിന്റെ സ്വഭാവമേ കാട്ടുള്ളൂ. അത്തരം മരുമക്കൾക്കൊക്കെ അസ്മാഉൽ ഹുസൈനിൽ മഹത്വമുണ്ട്. യാ അസീസ് യാ വദൂദൊക്കെ വർദ്ധിപ്പിച്ചാൽ കുടുംബത്തിലൊരു ഇസ്സത്തും അന്തസ്സൊക്കെ ഉണ്ടാവും. പ്രവാസിയായ ഉപ്പ നാട്ടിൽ തിരിച്ചെത്തി ഇനി പോണില്ലാന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വേപ്പിന്റെ അറിയാലോ, ആ വിലയും കൂടി കൊടുക്കാത്ത ഭാര്യയും പേരക്കുട്ടികളും മക്കളും മരുമക്കളും അവർക്കൊക്കെ നല്ലതാണിത്. അതുപോലെ എല്ലാ നിലയിലും യാ ലത്തീഫ് ഗർഭിണിയായ സഹോദരി ലേബർ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ യാ ലത്തീഫ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ എളുപ്പത്തിലുള്ള പ്രസവം നേടിയെടുക്കാനൊക്കെ സാധിക്കും. അള്ളാഹു ഗർഭിണികൾക്കൊക്കെ റാഹത്തും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയുന്ന വിഷയം അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ സ്വലാത്ത് ചൊല്ലുക, അതൊരു കാരണം. സിറാത്ത് പാലം വിട്ടുകിടക്കാൻ വല്ലാത്ത സൗഭാഗ്യമാണ് മുത്തുനബിയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്. ആ 3 ഘട്ടങ്ങളിലും ആയിഷ ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ പരലോകത്ത് ഒരാളും രക്ഷക്കില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് വിശുദ്ധ ഖുർആൻ. ഇന്ന് നമ്മൾ ആർക്ക് വേണ്ടിയാണ് നമസ്കാരം ഖളാ ആക്കുന്നത്? നമ്മുടെ ഭാര്യക്കോ നമ്മുടെ മക്കളുടെ റാഹത്തുള്ള ജീവിതത്തിനോ വേണ്ടിയാണെങ്കിൽ
യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വസാഹിബതിഹി വബനീഹി. നാളെ പടച്ചവന്റെ പരലോകത്ത് ഭാര്യ ഭർത്താവിനെ കാണുമ്പോ യാതൊരു പരിചയം പുതുക്കുകയില്ല. മക്കള് മാതാപിതാക്കളെ കാണുമ്പോ, അതല്ലെങ്കിൽ ഉസ്താദുമാര് ശിഷ്യന്മാരെ കാണുമ്പോ, ശിഷ്യന്മാര് ഉസ്താദുമാരെ കാണുമ്പോ, ഈ ദുനിയാവിൽ ആരോടൊക്കെ അവൈധമായ ബന്ധം പുലർത്തിയിരുന്നുവോ ഒരാളും നാളെ പടച്ചവന്റെ പരലോകത്ത് ബന്ധം പുതുക്കാൻ, ഒരു പുനർബന്ധം സ്ഥാപിക്കാൻ തയ്യാറാവുകയില്ല, ഓടി മറയുകയാണ്. ഒരാള് മറ്റൊരാള് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരവും ഏറ്റെടുക്കാത്ത പടച്ചവന്റെ പരലോകം. ഒരു വാപ്പ മകനോട് പടച്ചവന്റെ പരലോകത്ത് കെഞ്ചുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, കസൗതുക സിയാബ, നിനക്ക് ഞാൻ വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ട വിഭവങ്ങൾ നിന്നെ ഞാൻ ഭക്ഷിപ്പിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ട പാനീയങ്ങൾ നിന്നെ ഞാൻ കുടിപ്പിച്ചിട്ടുണ്ട്. ഈ പടച്ചവന്റെ പരലോകത്ത് നിന്ന്, ആ പരലോകത്ത് വെച്ചുകൊണ്ടൊരു വാപ്പ ചോദിക്കുന്നുണ്ട്, ഉപ്പാന്റെ പാപങ്ങൾ വല്ലാതെ പെരുത്തു പോയിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പൊന്നുമോനെ, ഉപ്പാന്റെ തെറ്റിൽ നിന്ന് ഒന്ന് നീ ഏറ്റെടുത്തുകൊണ്ട് നിന്റെ നന്മയിൽ നിന്ന് ഒരല്പം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ ആ മകൻ അവിടുന്ന് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ പറയുന്നുണ്ട്, അന അഹ്വജു മിൻക, വാപ്പ ഇങ്ങളെക്കാൾ ഞാൻ ആ കാര്യത്തിന് ആവശ്യമായവനാണ്, അതുകൊണ്ട് സാധിക്കൂല എന്ന് പറഞ്ഞ് ഒരു പിതാവ് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഇതേ അവസ്ഥ ഭാര്യ ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടൊക്കെ കെഞ്ചുന്ന ഒരു അവസ്ഥ പരലോകത്ത് വരാനുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബ് പറയുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരാളും പരിചയം കൊടുക്കാത്ത ആ പരലോകത്ത് വിചാരണ കൂടാതെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സൗഭാഗ്യമുണ്ട്. വിചാരണ കൂടാതെ, അതായത് ഇവിടുന്ന് വളാഞ്ചേരിക്കോ കൊളത്തൂരിക്കോ പോകുമ്പോ പോലീസ് എത്ര രേഖ ഉണ്ടെങ്കിലും കൈ കാട്ടാതിരിക്കാനായിരിക്കും നമുക്കൊക്കെ ആഗ്രഹം, അല്ലെ? എത്ര എല്ലാ ക്ലിയർ ആണെങ്കിലും ഇറ്റങ്ങളോട് കാണുമ്പോൾ നെഞ്ചിന്റെ ഉള്ളിൽ ചെറിയൊരു പുക. എന്നാൽ അല്ലാഹുവിന്റെ പരലോകത്ത് ചോദ്യമില്ലാതെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിലെത്തുന്ന ഒരു വിഭാഗമുണ്ട്. മുത്തുനബി പറയുന്നു, അല്ലാഹുവിന്റെ പരലോകത്ത് നാളെ പടച്ചവന്റെ പരലോകത്ത് വിളിയാളം കേൾക്കുന്നുണ്ട്. ലൗനാദാ മുനാദിയുനാദ്, ആകാശ ലോകത്ത് നിന്ന് ഒരു വിളിയാളം കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടിയ പടച്ചവന്റെ പരലോകത്ത് എന്താണ് ചോദിക്കുന്നത്? ഒരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് നിന്ന് ആരാണ് ഐനല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊക്കെ ഒഴിവാക്കി തന്റെ പാർശ്വങ്ങൾ, തന്റെ ശരീരത്തെ വിരിപ്പിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചവർ, രാത്രി നമസ്കരിച്ച ആളുകൾ ആരാണ്? ആ ആളുകൾ ഫയഖൂമൂന, അവരവിടുന്ന് മാറി നിൽക്കും, എണീറ്റ് നിൽക്കും. പക്ഷേ വഹും ഖലീൽ, അവർ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. ആ ആളുകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞതിന് ശേഷമാണ് ഫയുഉമറു ലിസാഇരിൻ നാസി ഇലൽ ഹിസാബ്, മലക്കുകളോട് ഈ ജനങ്ങളെ, ബാക്കിയുള്ള ജനങ്ങളെ വിചാരണ ചെയ്യാൻ കൽപ്പിക്കപ്പെടുന്നത്. എന്നെങ്കിൽ വിചാരണക്ക് മുമ്പ് തന്നെ, ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ഉതകുന്ന ഒരു സുഹൃതമാണ് അള്ളാഹുവിന്റെ പരലോകത്ത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. രാത്രിയിലുള്ള നമസ്കാരങ്ങൾ പതിവാക്കുന്നവർക്ക് അല്ലാഹു നിലനിർത്തി, അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് നിലനിർത്താനും അല്ലാത്തവർക്ക് തുടങ്ങാനും ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ പരലോകത്ത് 4 ഘട്ടങ്ങളില് ഒരാളും അവനവന്റെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ സാധ്യമല്ല, 1 ഇഞ്ച് പോലും. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാ. അള്ളാഹുവിന്റെ മാലാക്കമാര് അണിനിരന്നുകൊണ്ട് ഒരാൾക്കും പടച്ചവന്റെ പരലോകത്ത് ഒരു വാക്ക് സ്വന്തമായി ഉരിയാടാൻ കഴിയാതെ, 1 ഇഞ്ച് പോലും അവനവന്റെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ സാധ്യമല്ലാത്ത 4 കാര്യങ്ങൾ ഒരു പരലോകത്ത് അള്ളാന്റെ ഹബീബ് പറയുന്നു. 4 കാര്യങ്ങൾക്ക് തക്കതായ മറുപടി പറയാതെ ലാ തസൂലു ഖദമ അബ്ദുൻ യൗമൽ ഖിയാമ,
അവൻ നിർത്തിയ അവനെ അണിയിച്ചൊരുക്കി നിർത്തിയ സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും ചലിപ്പിക്കാൻ സാധ്യമല്ല. ഹത്താ യുസ്അല അൻ അർബഅ, ആ 4 കാര്യത്തിൽ നിന്ന് ഒന്ന്, വഅൻ ഉംരിഹി ഫീമാ അഫ്നാ, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് പടച്ചറബ് ചോദ്യം ചെയ്യപ്പെടും. 60ഉം 70ഉം വയസ്സ് വരെ ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ട് ഈ ആയുസ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു, ഏതിലൊക്കെയാണ് നിന്റെ ആയുസ്സിനെ വിനിയോഗിച്ചത് എന്ന് പടച്ചറബ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വഅൻ മാലിഹി, സമ്പത്തിനെ കുറിച്ച് പടച്ചറബ് ചോദ്യം ചെയ്യപ്പെടും. മിൻ ഐന ക്തസബഹു വഫീമാ അൻഫഖതഹു, ആ സമ്പത്ത് എവിടുന്നാണ് നീ നേടിയെടുത്തത്, ഏത് മാർഗത്തിലൂടെയാണ് നീ ചിലവഴിച്ചത്. അതുപോലെ തന്നെ വഅൻ ജിസ്മിഹി ഫീമാ അബ്ല, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്, ശരീരത്തെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഉള്ള ആരോഗ്യം റബ്ബ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായി വിനിയോഗിക്കുമ്പോ നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ സാധിക്കും. അള്ളാഹിന്റെ റസൂൽ പറയുന്നുണ്ട്, വഅൻ ഇൽമിഹി ഫീമാ അമില ബിഹി, അറിവിനെ കുറിച്ച് ഇതുപോലെയുള്ള സദസ്സുകളിൽ നിന്ന്, അതല്ലെങ്കിൽ ഇന്ന് സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടിയപ്പോ നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ പ്രഭാഷണങ്ങളും അതിൽ നിന്നുള്ള വിജ്ഞാന മുത്തുകളും പകർന്നെടുക്കുകയും ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അറിവ് നേടിയെടുത്തിട്ടും വഅൻ ഇൽമിഹി മാ അമില ബിഹി, എന്തിനെ പ്രവർത്തിച്ചതു എന്ന് റബ്ബിന്റെ കോടതിയിൽ നാളെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ തക്കതായ മറുപടി പറയാതെ പടച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന്, ഒരു ഇഞ്ച് പോലും അവന്റെ പരലോകത്ത് അവന്റെ കാൽപാദങ്ങൾ മാറ്റി ഒന്ന് ചവിട്ടാൻ അനുമതിയില്ലാത്ത ആ പരലോകത്ത് നമ്മുടെ കൈകാലികൾ സംസാരിക്കുമ്പോ നമ്മുടെ കാലുകളും കൈകളും ഒക്കെയാണ് സംസാരിക്കുന്നതും സാക്ഷി നിൽക്കുന്നതും ഒക്കെ. ആ റബ്ബിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന്. ഹിസാബ് എളുപ്പമാകുന്ന വിഭാഗത്തിൽ അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സമയം ഏകദേശം ഒരു വാർഷികം എന്ന് പറയുമ്പോൾ